വിജയുടെ മൂവിക്കാണോ അതോ ലാലേട്ടൻ്റെ മൂവിക്കാണോ ഏറ്റവും കൂടുതൽ തിയേറ്റർ എക്സ്പീരിയൻസ്? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. നിങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് തിയേറ്റർ കൂലിക്ക് കണ്ടിട്ടുള്ളത് വിജയുടെ മൂവിയാണോ അതോ ലാലേട്ടൻ്റെ മൂവിയാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നമുക്കുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കാം അവർ ഏത് മൂവിയിലാണ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മോഹൻലാലിന്റെ വിജയുടെ ഒരു സിനിമ വരാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓളം ഉണ്ടാക്കുന്ന സിനിമ ബ്രോഡ് ഒരു കാഴ്ചപ്പാടില് ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് വരുന്നത് വിജയ് എന്തുകൊണ്ടാണ് വിജയ് പറയാൻ? വിജയ്ക്ക് സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. അതുപോലെ പിന്നെ വിജയ് ചൂസ് ചെയ്യുന്ന പടങ്ങളിലാണേലും വിജയന് അത്രയും ഇതായിട്ട് കാണിക്കും. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് വിജയൻ്റെ ഏത് പടത്തിന് തിയേറ്ററിൽ പോലും കിട്ടും. ചില പടങ്ങൾ മാത്രമേ നമുക്ക് ഡിസപ്പോയിൻമെന്റ് കിട്ടുള്ളൂ. കേരളത്തിൽ ഭയങ്കര ഫാൻസ് പവർ കൂടുതൽ വിജയിക്കാൻ തോന്നുന്നുണ്ട്. വിജയിക്കാണ് മോഹൻലാലിനെക്കാൾ കൂടുതൽ വിജയിക്കാണ്. കാരണം ന്യൂജൻ തൊട്ട് എല്ലാവരും ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണ്. മോഹൻലാൽ ഒരു ഓൾഡ് ജൻ തൊട്ടിട്ടാണ് മോഹൻലാലിന് ഫാൻസ് ഉള്ളത്. പക്ഷേ വിജയ്ക്ക് ഇപ്പം പുതിയ കുട്ടികൾ വരെ വിജയ് ഫാൻസ് ആണ്. അപ്പോൾ വിജയ് നോർമലി പടങ്ങൾ കുറവാണ്, എന്നാലും ഇറങ്ങുമ്പോൾ വിജയ്ക്കായിരിക്കും ഓളം ഉണ്ടാവുക. ശരിക്കും നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടാവേണ്ടത് നമ്മുടെ കേരളത്തിലൊരു നടനാവണം എന്നുള്ളൊരു ഉണ്ടാവണ്ടേ? കേരളത്തിലെ നടന്മാർക്ക് മറ്റു നാട്ടുകളിൽ കിട്ടുന്നുണ്ടത്. ഇപ്പം ഇവിടെ അതേ ഇറങ്ങുന്ന പോലെ തന്നെ ചിലപ്പോൾ തമിഴ്നാട്ടിൽ ഇറങ്ങുമ്പോഴും മാറ്റങ്ങളുണ്ടാവാം. വിജയനെ കാട്ടി നല്ലൊരു പടങ്ങൾ വേറെ വരുമ്പോൾ അതിന് കിട്ടും. ഇപ്പം നല്ല പടങ്ങൾക്കേ ഉള്ളൂ വാല്യൂ. സ്റ്റാഴ്സിന് അങ്ങനെ വാല്യൂ ഇല്ല. ഇപ്പോൾ നല്ല പടങ്ങളാണോ ഓടും, അല്ലെങ്കിൽ ഓടില്ല. വിജയുടെ നിങ്ങൾ കണ്ടതിൽ വെച്ചിട്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ അറിവ് വെച്ചിട്ട് നിങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ വിജയിക്കണം. എന്തുകൊണ്ടാണ് വിജയിക്ക് അല്ല വിജയിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വരാനുള്ള കാരണം? തമിഴ്നാട്ടിലും കേരളത്തിലും ഒരുപാട് ഫാൻസ് ഉണ്ട്. കേരളത്തില് നമ്മുടെ നടന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഒരു ഫാൻ പവർ എന്തുകൊണ്ടായിരിക്കും വിജയ്ക്ക് കിട്ടിയിട്ടുണ്ടാവുന്നത്? അവിടുത്തെ നടന്മാരൊന്നും മാസ് പടം ചെയ്യുന്നില്ല. അല്ല, മോഹൻലാൽ ചെയ്യുന്നില്ല. മോഹൻലാൽ നല്ല ആക്ടറാണ്, വിജയ് നല്ല ആക്ടറാണ്. അപ്പൊ പിന്നെന്ന് വെച്ചാൽ വിജയുടെ ആക്ടിങ് ഏകദേശം ഒരേ സ്റ്റൈലാണ്. പക്ഷെ അതായിരിക്കും കൂടുതൽ ചിലപ്പോ തമിഴിയൻസിന് ഇഷ്ടം. അതുകൊണ്ടായിരിക്കും ചിലപ്പോ കുറച്ചുകൂടി ഒരു ഒറിജിനാലിറ്റി കൂടുതലാണല്ലോ, നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് അതായിരിക്കും ചിലപ്പോ. എന്ന് വെച്ചാൽ കുറച്ച് അടിച്ചുപൊളി പാട്ടും ഡാൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിജയിക്കാണ് കൂടുതൽ. അതുകൊണ്ടായിരിക്കും വിജയുടെ കേരളത്തില് വിജയുടെ ആയിരിക്കും. വിജയ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? വിജയുടെ മൂവീസ് അങ്ങനത്തെ ഒരു ഓളം ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽ ആയിരിക്കും ഫുള്ളും. അങ്ങനത്തെ ഒരു പടങ്ങളായിരിക്കും വിജയ്. കാരണം പാട്ട്, ഡാൻസ് അങ്ങനത്തെ പരിപാടിച്ചിലെ പടങ്ങളായിരിക്കും വിജയുടെ. ലാലേട്ടൻ്റെ പറഞ്ഞാൽ ഇപ്പൊ നേരൊക്കെ കണ്ടില്ലേ, അങ്ങനെ ഫാമിലി മൂവീസ് ആയിരിക്കും. ഫാമിലീസിന് ഓളം ഉണ്ടാക്കാനുള്ള പടങ്ങൾ കൂടുതലും തമിഴ് പടങ്ങളായിരിക്കും. അങ്ങനത്തെ ഒരു മെറ്റീരിയൽ മേക്കിങ്. എന്നാൽ ലാലേട്ടൻ ലൂസിഫർ, പുലിമുരുകൻ പോലത്തെ ഒരു കൊമേഴ്ഷ്യൽ പടങ്ങൾ വന്നു കഴിഞ്ഞാൽ പടം ഉണ്ടാവും, അങ്ങനത്തെ ഓളം ഉണ്ടാവും. പക്ഷെ വിജയുടെ അത്ര ഉണ്ടാവില്ല. അതെന്താണ് അങ്ങനെ? അത് കേരളത്തിൽ ലാലേട്ടന് അങ്ങനത്തെ ഒരു നല്ലൊരു പടം വരണം, അങ്ങനത്തെ ഓളം ഉണ്ടാക്കി. ഇപ്പൊ ലാലേട്ടന് അങ്ങനത്തെ ഓളം ഉണ്ടാവുന്ന വെച്ചാൽ പടങ്ങളായിരുന്നു മരക്കാറ്, ഒടിയൻ. പക്ഷെ അതിനൊന്നും ഓളം ഉണ്ടായില്ല. ഒടിയൻ മരക്കാരൊക്കെ ഞാൻ ഫാൻ ഷോ കണ്ട ആളാണ്. പക്ഷെ എനിക്ക് ആ പടം വർക്കായില്ല. ഇനിയിപ്പോ ഗോട്ട് വരുന്നുണ്ട്. ഗോട്ടിന്റെ ഭയങ്കരമായിട്ടുള്ള ആഘോഷങ്ങൾ ഇപ്പൊ ശരിക്കും കണ്ടറിയണം എന്ന് പറയുന്ന ഒരു ഫീലാ. കാരണം ഗോട്ടില് വലിയ എക്സ്പെക്ടേഷൻ കൊടുത്തിട്ടില്ല, എക്സ്പെക്ടേഷൻ ഇല്ലാന്നല്ല. ഇത് കണ്ടറിയണം പടം എങ്ങനെയായിരിക്കണം, വെങ്കട് പ്രഭു എങ്ങനെയായിരിക്കും പടം ട്രീറ്റ് ചെയ്തെങ്കിലും കാണാനുള്ള വെയിറ്റിംഗ് ഉണ്ട്. എക്സ്പെക്ട് ചെയ്യുന്നില്ല അങ്ങനെ വലിയ രീതിയിൽ. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് അതില്ലാതെ പോകണ്ട. ലാലേട്ടന്റെ എക്സ്പെക്ട് ചെയ്യുന്നത് പടം ഏതാണ് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ്? ലാലേട്ടൻ തിയേറ്റേഴ്സിൽ ഉള്ളത് എമ്പുരാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ തലമൂട്ടി ഡയറക്ട് ചെയ്യുന്ന പടം ഉണ്ട് ലാലേട്ടന്റെ, അതും കാണാൻ വെയിറ്റിംഗ്. ഈ രണ്ട് പടം ലാലേട്ടന്റെ ഒരു വെയിറ്റ് ചെയ്യേണ്ടത്. ഞാൻ രണ്ടുപേരുടെയും ഫാനാണ്. എനിക്ക് വിജയാണ് കൂടുതൽ ഓഡിയൻസിനെ എത്തിക്കാറുള്ളത്. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടതിൽ വെച്ച് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ആഘോഷിച്ച് കണ്ടിട്ടുള്ളത് മോഹൻലാലിന്റെ മൂവിയാണോ വിജയുടെ മൂവിയാണോ? മോഹൻലാലിന്റെ മൂവി ആയിരിക്കും ഞാൻ പോയതിൽ വെച്ച്. ഇവിടത്തേക്കാളും അവിടെ ആണെങ്കിൽ അത് വിജയ് കേരളത്തിൽ പറഞ്ഞത് മോഹൻലാൽ മോഹൻലാൽ തന്നെയാണ്. വിജയുടെ ഇപ്പൊ ഗോട്ട് ഇറങ്ങുന്നുണ്ടല്ലോ, അപ്പൊ അതില് ഭയങ്കര ആഘോഷമാണ് വരാൻ പോണത്. അപ്പൊ അതേപോലെ മോഹൻലാലിന്റെ ഒരു സിനിമ ഭയങ്കര ആഘോഷാക്കാനുള്ള ഒരു മൂവി ഇനി ഏതാണ് നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ ഉള്ളത്? മോഹൻലാലിന്റെ സിനിമ ഏതാണ് ലേറ്റസ്റ്റ് റിലീസ്? എമ്പുരാൻ. അതൊക്കെ ഒരു ഓളം തന്നെ ഉണ്ടാക്കും. ഗോട്ട് കുറച്ചും കൂടി ഉണ്ടാക്കുമായിരിക്കും. കാരണം ഇപ്പൊ വിജയുടെ ഓരോ മൂവീസ് വരുംതോറും അത് ഇമ്പാക്ട് കൂടി വരിക. അതായിരിക്കും കൂടുതൽ ഇത് ഉണ്ടാക്കുന്നത്. വിജയ് വിജയ് ആയിരിക്കും.
വിജയ്. എന്തുകൊണ്ടാണ് വിജയ്? എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ആക്ടറാണ്, പക്ഷേ പുള്ളി നല്ല ഭയങ്കര ഓളം ഉണ്ടാക്കിയത് മോഹൻലാലിനേക്കാൾ കേരളത്തിൽ തിയേറ്ററുകളിൽ ഏറ്റവും കൂടുതൽ ഓളം ഉണ്ടാക്കുന്നത് വിജയുടെ മൂവീസ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും നമ്മുടെ കേരളത്തിലൂടെ നടന്നേക്കാളും കൂടുതൽ അന്യഭാഷ നടന്ന വിജയ്ക്ക് ഇത്രയും ഫാൻ പവർ? നമ്മുടെ ഫാൻ പവർ വരാൻ കാര്യം ഭാഷയല്ലല്ലോ, ആ. പുള്ളിയുടെ ആക്ടിങ്ങും ഫുള്ളായിട്ട് നോക്കിക്കഴിഞ്ഞാലും പറയാമല്ലോ. മോഹൻലാലിനും ഉണ്ട് ഫാൻ, പക്ഷേ പഴയ പോലെ ഇപ്പൊ ഇല്ലല്ലോ. വിജയ് പണ്ടത്തിനെക്കാട്ടും തന്നെ ഇപ്പൊ കൂടിക്കൂടി വരുമല്ലോ. ഇവിടെ അങ്ങനെയാണോ തോന്നിയിട്ടുള്ളത്? ഗോട്ട് സിനിമ വരുന്നുണ്ട്, അത് ഭയങ്കര ആഘോഷം ആക്കുന്നുണ്ടോ? പിന്നെ ഉറപ്പാണ്. ഇവിടെയോ ഗോട്ട് സിനിമ ഭയങ്കരമായിട്ട് ആഘോഷമാണെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്, ഡബിൾ റോളൊക്കെ വരുന്നുണ്ടല്ലോ. ട്രിപ്പിൾ റോൾ ഉണ്ട്. ഡബിൾ റോൾ ഉണ്ട്. അത് ഫേസ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്താകും അറിയത്തില്ല. എക്സ്പെക്ടേഷൻ ഉണ്ടോ സിനിമയില്? നല്ലതാണെന്ന് പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാം. അത്ര നമുക്ക് നോക്കി കാണാം, ഇനി കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവുമല്ലോ എന്താണ് അതിനകത്തുള്ളത്. മോഹൻലാല് കേരളത്തിലാവുമ്പോ മോഹൻലാലാണ് തോന്നുന്നത്, പക്ഷെ തമിഴ്നാട് നോക്കുമ്പോ വിജയ്. തമിഴ്നാടല്ല, കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ ഒരു സിനിമ ഇറങ്ങുമ്പോ മോഹൻലാലിന്റെ സിനിമയ്ക്കാണോ വിജയുടെ സിനിമയ്ക്കാണോ ഭയങ്കര ഓളമുള്ളത്? നമ്മളങ്ങനെ നോക്കില്ല, പടത്തിന്റെ റേറ്റിംഗും ഇത് നോക്കിയിട്ട് അനുസരിച്ചിട്ട് കയറുകയുള്ളൂ. അല്ല, തിയേറ്ററിനുള്ളിൽ കയറുമ്പോൾ ഭയങ്കര ആഘോഷമാക്കിയിട്ട് നിങ്ങൾ കണ്ണി കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വിജയാണ്. എന്താ ഇപ്പൊ വിജയ അത് വിജയുടെ പടത്തിന് ഉള്ള ഫാൻസും അവരുടെ ഒരു ഇതും കാണുന്നത് അതുപോലെയാണ് തിയേറ്ററിന്റെ ഉള്ളിൽ ചെന്ന് നമ്മൾ കാണാറുള്ളത്. ലാലേട്ടന് അത്ര ഇല്ലാന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ലാന്ന് തോന്നിയിട്ടൊന്നുമില്ല, ലാലേട്ടനും ഉണ്ട്. പക്ഷെ വിജയന് അത്ര ഇല്ലാന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. ലാലേട്ടന്റെ പടത്തിനും അവരുടെ ഫാൻസ് കാണിക്കും, വിജയുടെ പടത്തിന് വിജയുടെ ഫാൻസും കാണിക്കും. അതാണ് നമ്മള് മലയാളികൾ തന്നെ ഭയങ്കര ആഘോഷം. ഇപ്പൊ ഗോട്ട് ഇറങ്ങാൻ പോകുമ്പോ ഭയങ്കര ആഘോഷം വന്നിട്ട് ഇപ്പൊ അടുത്ത ഈ 2 ദിവസം കഴിയുമ്പോ അപ്പൊ ആ ഒരു സ്വീകാര്യത നമ്മുടെ മലയാള നടന്മാർക്ക് കിട്ടണ്ടോന്ന് ചോദിച്ചത്. കിട്ടുന്നുണ്ട്, തീർച്ചയായും കിട്ടുന്നുണ്ട്. മോഹൻലാലിനും അത്യാവശ്യം കിട്ടുന്നുണ്ട്. മോഹൻലാലിനും മമ്മൂക്കാക്കും എല്ലാവർക്കും കിട്ടുന്നു. ഇവര് കമ്പയർ ചെയ്യുമ്പോൾ ആർക്കാണ് എന്നാലും മോഹൻലാലിനാണ് വിജയിക്കണം. കമ്പയർ ചെയ്ത് നോക്കുമ്പോ അത് ഓരോരുത്തർ ഫാൻസ് എങ്ങനെയാണ് ആഘോഷമാക്കണത് അതിനനുസരിച്ചിട്ടല്ലേ ഇതാവുക. നിങ്ങൾ കണ്ടതില് നിങ്ങളുടെ കണ്ടില് ആരാണ് കേരളത്തിൽ നിങ്ങൾ കണ്ടതിൽ വെച്ച് പറഞ്ഞാൽ? കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ലാലേട്ടനെ മതി. ഇവിടെ ഇതിപ്പോ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മക്ക് ആവുമ്പോ മോഹൻലാലിന് എന്തുകൊണ്ടാണ് മോഹൻലാൽ എന്ന് പറയാൻ കാരണം? നമ്മുടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതിൽ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്തതിൽ വിജയുടെ പടമാണോ അതോ മോഹൻലാലിന്റെ പടമാണോ FTFS അടിപൊളിയാക്കിയിട്ട് ആഘോഷമായിട്ട് കണ്ടിട്ടുള്ളത്? ലാസ്റ്റ് കണ്ടത് വിജയുടെ. നിങ്ങളുടെ ഒരു വ്യൂ ഇതിൽ നോക്കുകയാണെങ്കിൽ വിജയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഓളം ഉണ്ടാക്കുന്ന ഒരു മൂവി ഉള്ളത്. നിങ്ങൾ കണ്ടിട്ടുള്ളത് മോഹൻലാലും വിജയ് കമ്പയർ ചെയ്യുമ്പോ വിജയ് എന്തുകൊണ്ടാണ് വിജയ്? ഇവിടെ അത്യാവശ്യം ഫാൻസ് കൂടുതലാണ്. ലാലേട്ടനേക്കാൾ ഫാൻസ് വിജയ്ക്ക് തോന്നുന്നുണ്ട് ഇവിടെ. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഫാൻസ് ഉണ്ട് വിജയ്. എന്തായാലും ഒരു ഫസ്റ്റ് ഒരു വിജയുടെ പടവും മോഹൻലാലിന്റെ പടവും പറയുകയാണെങ്കിൽ ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ ഓളം? വിജയുടെ പടത്തിനാണ്. വിജയുടെ പടത്തിന് അതുകൊണ്ടായിരിക്കും ഒരു അന്യഭാഷ നടന്ന കേരളത്തിൽ ഇത്രയും ഇതുള്ളത്. വിജയ് എന്ന് പറഞ്ഞ ഒരു ഫെസ്റ്റിവൽ സീസൺ ഹീറോ എന്നുള്ള നിലയ്ക്ക് കൂടുതലും കൊമേഴ്ഷ്യൽ പടങ്ങൾ ചെയ്യണോണ്ടും ലെവലിൽ പടം എടുക്കണോണ്ടും വിജയ്ക്കാണ് ഇത് കൂടുതൽ ഫാൻസ് കൂടുതലും. എന്തുകൊണ്ടായിരിക്കും? പുള്ളി ഒരു മോഹൻലാൽ ഒരു താരമായിട്ട് അഭിനയിക്കുന്നത്, വിജയനെ എല്ലാവരും കയ്യിലെടുക്കുന്നു. എന്തിനാ കയ്യിലെടുത്തിട്ടുണ്ട് ആയിരുന്നു എന്നാണ് തോന്നുന്നത്. ഇപ്പോ കുറച്ച് പടങ്ങൾ ഫ്ലോപ്പായി പിന്നെ ഫാൻസ് ബേസിലും കൊണ്ട് ഇങ്ങനെ കയറി പോകുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഓളം ഉണ്ടാക്കുന്നത് മോഹൻലാലാണോ അത് വിജയാണോ? ഭയങ്കരമായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ തന്ന് ഭയങ്കര വിജയാണ്. എനിക്ക് മോഹൻലാലെ ഫീൽ ചെയ്യല്ലോ പടം കാണുന്നതിന്റെ രീതിക്ക്. അതായത് തിയേറ്ററിൽ എല്ലാവരും ആഘോഷിച്ച് പേപ്പറൊക്കെ ഇറക്കി ഭയങ്കര അതൊക്കെ ചെയ്യണം വിജയന്റെ പടങ്ങൾ തന്നെ. കാരണം ഫാൻസ് കണ്ടമാനുണ്ട്. അതിന്റെ ഒരു കേരളത്തിലും വിജയിക്കാണോ ഭയങ്കര എനിക്ക് ഫാൻസ് എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. കേരളത്തിലായാലും തിയേറ്റർ എക്സ്പീരിയൻസും ഭയങ്കരമായിട്ടുള്ളത് മോഹൻലാൽ ഫിലിമിനാണോ വിജയ് ഫിലിമിനാണോ? അതൊക്കെ വിജയന്റെ ഫിലിമിനെ തോന്നിയിട്ടുള്ളത്. വിജയുടെ ഫിലിമിനാണ്. അതെന്തുകൊണ്ടായിരിക്കും വിജയുടെ ഫിലിമിന് നമ്മുടെ ഫാൻസ് ഭയങ്കര ഉണ്ട്. കുറെ യൂത്ത് ആയ കുറെ ആൾക്കാരെ നല്ല രീതിക്ക് ഫാൻസ് കാണുന്നുണ്ട്. താങ്ക് യു.